നബി തങ്ങളുടെ ടീച്ചിങ് മെത്തഡോളജിയെ കുറിച്ച് പഠിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു. എന്തൊരു ടീച്ചിങ് മെത്തഡോളജിയാന്ന് പറയുന്നത്. തങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ തങ്ങൾ ചോദ്യം ചോദിക്കും അങ്ങോട്ട്. തങ്ങൾക്കറിയാം സ്വഹാബത്ത് ഇങ്ങനെ ഉത്തരം പറയൂ, ആ ഉത്തരമല്ല ഒറിജിനൽ ഉത്തരം എന്ന് തങ്ങൾ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കും. അപ്പൊ സ്വഹാബത്തിന്റെ ആംബിയൻസ് മൊത്തം ക്യൂരിയോസിറ്റി, ജിജ്ഞാസ ഉണ്ടാവും. ആ ഉത്തരം അല്ലെങ്കിൽ പിന്നെ ഏതാ ഉത്തരം, അന്നേരം ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കും. അപ്പൊ എല്ലാവർക്കും ക്ലിക്കാവും. ഉദാഹരണം പറയാം, മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പറായവൻ എന്ന് നിങ്ങൾക്ക് അറിയോ സ്വഹാബത്തെ? അപ്പൊ സ്വഹാബത്ത് ദിർഹമും ദീനാറൊന്നും ഇല്ലാത്ത, നോ അതൊന്നല്ല. പിന്നെയോ ഹജ്ജും നോമ്പും നിസ്കാരം ഉണ്ടായിട്ട് കുറെ ആളെ ഗീബത്തും നമീമത്തും പറഞ്ഞിട്ട് ലാസ്റ്റ് ആഖിറത്തിൽ കണ്ട ഏതാ ടീച്ചിങ് നോക്കി. ചിലപ്പോൾ തങ്ങൾ ടീച്ചിങ് ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ ആയിരിക്കും. നിങ്ങളുടെ വീടിന്റെ അരികിലൂടെ ഒരു പുഴ ഒഴുകുന്നതെന്ന് ആലോചിക്കുക. അതിൽ നിന്ന് ഡെയിലി കുളിക്കുന്നു, ഡെയിലി ഒന്നല്ല 5 തവണ. അങ്ങനെ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കുണ്ടാവും? ഇല്ല, ദർ ഇസ് എ നോ ചാൻസ് ടു ബി. ഒരു അഴുക്കും ഉണ്ടാവില്ല. 5 തവണ കുളിച്ചാൽ എങ്ങനെയാ ചേറുണ്ടാവുക? അതേപോലെ തന്നെയല്ലേ നിസ്കാരം. ഓ ശരി. അപ്പൊ എല്ലാ സ്വഹാബത്തിന്റെയും തലച്ചോറിലൂടെ പുഴ ഒഴുകുന്ന വിഷ്വലൈസേഷനും ബ്രെയിൻ സ്റ്റോമിങ്ങും അവിടെ നടന്നിട്ടുണ്ട്. എന്തൊരു ടീച്ചിങ് എന്നറിയാം. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെ തുടങ്ങൽ തന്നെ നല്ല ടഫ് വിഷയമാണ് പറയുന്നത്, ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല. എങ്ങനെ പിള്ളേർക്ക് തിരിയല്, ഇങ്ങനെ പിള്ളേർക്ക് തിരിയല്.